ഹായ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻലൈൻ സി എസ് എസിനെ കുറിച്ചായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇൻറ്റേർണൽ സി എസ് എസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ. ഇൻറ്റേർണൽ സി എസ് എസ്. ഓക്കെ, ഞാൻ ഇൻലൈൻ സി എസ് എസിന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. Okay, so internal CSS is used by creating a new element inside the head element. So inside the head we have a new element. Head-ന്റെ ഉള്ളിൽ നമുക്കൊരു ന്യൂ എലമെൻ്റ് ഉണ്ട് ആൻഡ് ദിസ് എലമെൻറ്റ് ഈസ് കോൾഡ് സ്റ്റൈൽ. സോ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്, സ്റ്റൈൽ. ഓക്കെ, സോ ഈ സ്റ്റൈലിൻ്റെ ഉള്ളിലാണ് എല്ലാ ഡെക്കറേഷൻസും സ്റ്റൈലിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ പാരഗ്രാഫിൻ്റെ ഓപ്പൺ ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ സിൻടാക്സിൻ്റെ ഉള്ളിലോട്ടാണ് ഇനി സ്റ്റൈൽ കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് മെൻ ബൈ ഇൻറ്റേർണൽ സി എസ് എസ്. ഓക്കെ, സോ ഞാൻ ഈ ഒരു സ്റ്റൈലിംഗ്, അതായത് നമ്മുടെ പി ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്ത സ്റ്റൈൽ ഇവിടെ ഒഴിവാക്കുവാണ്. സോ നമുക്ക് നോർമൽ ഒരു സ്റ്റൈലിംഗ് കൊടുക്കാത്ത രീതിയിൽ എന്താണ് വെബ് പേജിൽ കിട്ടുന്നത് അത് കിട്ടി. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിലുള്ള സ്റ്റൈലിൻ്റെ ഉള്ളിലാണ്. സോ നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യേണ്ടത് ഈ പാരഗ്രാഫിനെയാണ്. സോ അതിന് പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാരഗ്രാഫിനെയാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ടാഗിൻ്റെ ഉള്ളിൽ, ഈ ഒരു പി ടാഗിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റിനെയാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാം. സോ ഇവിടെ ഞാൻ പി കൊടുത്തു, ദെൻ ഒരു കേർലി ബ്രേസ്, ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റൈൽസ് കൊടുക്കാം. ലൈക്ക് നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കളർ, ഓക്കെ, ദെൻ എ സെമിക്കോളൻ, ദെൻ ഫോണ്ട് സൈസ് 300%. ഓക്കെ, സോ ലാസ്റ്റ് വൺ നമുക്കൊരു സെമിക്കോളൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി അതിൻ്റെ തൊട്ട് മുന്നിലുള്ള എല്ലാറ്റിനും നമ്മൾ സെമിക്കോളൻ ലാസ്റ്റ് കൊടുക്കണം. ബട്ട് ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. നമ്മൾ സെമിക്കോളൻ വെച്ച് തന്നെ കൊടുത്ത് ശീലിക്കുക എന്ന് പറയുന്നത് ഒരു ഗുഡ് പ്രാക്ടീസാണ്. സോ ലാസ്റ്റിന് കൊടുക്കേണ്ടതില്ല എന്നൊരു കൺസെപ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിപ്പോൾ സെയിം എഫക്റ്റ് കിട്ടി. നമ്മൾ എങ്ങനെയായിരുന്നോ പി ടാഗിൻ്റെ, ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന പി ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ കൊടുത്തപ്പോൾ, അതായത് ഇൻലൈൻ സി എസ് എസ് കൊടുത്ത അതേ എഫക്റ്റ് നമുക്ക് ഇൻറ്റേർണൽ സി എസ് എസിലും കിട്ടി. സോ ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ്. സോ നമ്മളിപ്പോൾ വേറൊരു പാരഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിം സ്റ്റൈലിങ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പാരഗ്രാഫ്, ഓക്കെ, സെയിം സ്റ്റൈലിംഗ് തന്നെ നമുക്ക് കിട്ടി. നമ്മുടെ ഈ ഒരു ടാഗിൻ്റെ ഉള്ളിൽ വേറൊരു സ്റ്റൈൽ ഒന്നും പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പി വെച്ചിട്ട് എന്തൊക്കെ കൊടുക്കും നമുക്കതൊക്കെ ഈ ഒരു സ്റ്റൈൽ കിട്ടും. ഓക്കെ, so that's all about internal CSS.